അതിനകത്തില്ല പടപ്പഞ്ചടി വെല്ലം കൊണ്ടിടണം. ആ വന്നാൽ ഉടനെ ഫോൺ എടുത്ത് വിളിക്കും. വന്നാൽ ഉടനെ ഫോൺ എടുക്കുക, വിളിക്കുക. ആഹാ ഇതും കൊണ്ടാന്ന് പോയെ. എന്തുവാ സൂപ്പർ. അങ്ങനെ ഇരുന്ന് ഓടിക്ക് സൈക്കിളേല്. അവൻ തന്നെ ഉരുട്ടിക്കോളും. ഓ മേളിൽ കയറി പോയി. ഞാൻ ഇവിടെ സ്വാമി വേറൊന്നും മേടിച്ചില്ല. എല്ലാരും സ്വാമിമാരായോണ്ട് മാളികപ്പുറമാണ് കേട്ടോ മാമി. നാളെ ഞങ്ങള് ശബരിമലയ്ക്ക് പോകും ഉച്ചക്ക്. അപ്പൂപ്പനും അമ്മുമ്മയും കൊച്ചുമോളും കൂടെ നാളെ ശബരിമലയിൽ പോവാ. ഈ കണ്ടത്തിൽ പെരുമ്പാമ്പുണ്ട് കേട്ടോ. ഈ കണ്ടത്തിൽ എവിടെയോ ഉണ്ട്, അത് ഒളിച്ചിരിക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒന്ന് അതാ പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ എനിക്കൊരു പേടി. ഇവര് പിന്നെ എല്ലാരും വലിയ ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. മാമി എന്നാ ഡ്രൈവർ സ്റ്റേഷനിൽ പോയേ? ആണോ? ആ ആ ആ ആഹാ പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചമുളക് വേണോ? നീളം കുറഞ്ഞാണ്. ഓ ആണ് പോരും. വന്നു പ്രിയങ്ങളെ, കുറച്ച് മീൻ മേടിച്ച് കേര കേട്ടോ. നമുക്ക് ഇന്ന് കറി വെക്കണം. ഇത് കുറച്ച് പച്ചക്കറി മേടിച്ചതാണ്. അമ്മയ്ക്ക് ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും മേടിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാനത് വാങ്ങിക്കാൻ പോയപ്പോൾ നമുക്കും ക്യാരറ്റും ബീട്രൂട്ടും ഉരുളക്കിഴങ്ങ് പച്ചമുളക് പയർ കണ്ടപ്പം നാടൻ പയർ ഇരിക്കുന്ന കണ്ടപ്പോഴേ ഒരു ഇത്രേ വാങ്ങിച്ചുള്ളൂ. 1/4 കിലോയേ ഉള്ളൂ കേട്ടോ. ഇത്രേ ഉള്ളൂ. അത് മെഴുക്കുവരട്ടി വെച്ച് കഴിക്കാൻ ഒരു കൊതി തോന്നിയത് ഞാൻ വാങ്ങിച്ചതാണ്. ഇവിടെ വന്നപ്പോൾ അമ്മ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ നട്ട് വളർത്തിയ പയർ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇന്നിപ്പം മീൻ കറി വെക്കുന്നതേ ഉള്ളൂ. പിന്നെ പയർ ഇന്നൊരു ദിവസം എടുക്കാം. മീഷോയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തൊരു ടോപ്പാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനൊരു പ്രശ്നം, ഇതിൻ്റെ മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഫ്രില്ല് വരത്തില്ല. അതാണ്, അങ്ങനെ അല്ലാത്തതാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഞാനിത് ലാർജ് സൈസാണ് വാങ്ങിച്ചത്. അത് എനിക്കിതിൻ്റെ കളറും ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ ഇഷ്ടമായതുകൊണ്ട് മേടിച്ചതാണ്. അപ്പം ഞാനിത് ജസ്റ്റ് ഈ ലാർജ് സൈസ് ആയതുകൊണ്ട് ചിലപ്പം ബോഡി ഫിറ്റായിട്ട് കിടക്കുമായിരിക്കും. അങ്ങനെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ അടിക്കത്തില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ റിട്ടേൺ കൊടുത്തിട്ട് നമുക്ക് വേറെ വാങ്ങിക്കണം. ഈ വണ്ണം ഉള്ളവർക്ക് ഈ മിഡിൽ പോർഷനിൽ ഇങ്ങനെ ഞൊറിഞ്ഞൊറിഞ്ഞ് ഒരുപാട് കിടന്ന വൃത്തികേടാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ടോപ്പ് ഉണ്ടായാലും പിന്നെ ആ മെറ്റീരിയൽ അങ്ങനത്തേതായിരിക്കണം. ഒതുങ്ങിയ മെറ്റീരിയലാണ്. അതെന്തായാലും ഒതുക്കമുള്ളതാണെന്ന് തോന്നുന്നു. നോക്കാം, ഇട്ട് നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് തീരുമാനം എടുക്കാം. ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല. പിന്നെ പനി ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇന്ന് 3ാമത്തെ ദിവസമാണ് ആൻറ്റിബയോട്ടിക് എടുക്കുന്നതിൻ്റെ.
ഇച്ചിരി വ്യത്യാസമുണ്ട്. രാവിലെയൊക്കെ തലയ്ക്ക് ഭയങ്കര ഭാരവും ക്ഷീണവും ഉണ്ടായിരുന്നു. പിന്നെ ടാബ്ലറ്റ് കഴിയുന്നതിന് വരെ ക്ഷീണം ഓൾറെഡി കാണുമല്ലോ. പിന്നെ വേറെ എന്താണ് വിശേഷം? നാളെ ജാനിക്കുട്ടിയും മാമനും കൂടെ ശബരിമലയ്ക്ക് പോവാണ്. ഒരു വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുവിനെ കൊണ്ടുപോകാത്തതിൻ്റെ കാരണം കുഞ്ഞുവിനെയും കൂടെ രണ്ടുപേരെയും കൂടെ അവർക്ക് രണ്ടുപേർക്കും കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. മാമിക്ക് കൈക്കും കാലിനും എല്ലാം വേദനയൊക്കെയാണ്. അപ്പോൾ കുഞ്ഞോ എന്തായാലും നടക്കത്തില്ലല്ലോ. അതിനെ എടുത്തിട്ട് കയറി പോകാൻ മാമിനും പാടാണ്. മാമിനും കുറേ വയറിൻ്റെയൊക്കെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടിരിക്കുകയല്ലേ. പ്രായമായി വരുന്നതിൻ്റെ ക്ഷീണം അവർക്ക് രണ്ടുപേർക്കും ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും കൂടെ കൊണ്ടുപോക്ക് നടക്കത്തില്ല. അത് മാത്രമല്ല, കുഞ്ഞുവിനെ എത്ര കാലം കഴിഞ്ഞാലും എപ്പോൾ വേണേലും അവർക്ക് പോകാമല്ലോ. ജാനിക്കുട്ടിയുടെ കാര്യം അങ്ങനെ അല്ലാത്തത് കൊണ്ട് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പത്തനംതിട്ടയാണ്, ശബരിമല നമ്മുടെ ജില്ലയിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കൊരു നിയോഗമുണ്ട്, അവിടെ എത്തപ്പെടാനുള്ളൊരു സമയം കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്തെ നമ്മൾ ചെല്ലുള്ളൂ. അപ്പം നാളെ അവർ പോവാട്ടോ. അപ്പം അതാണ് നാളത്തെ വിശേഷം. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ ജോലിക്ക് പോയിട്ട് കന്നിമല ആയതുകൊണ്ട് അവിടെ പായസമൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അവർ പോകുന്നതിന് മുമ്പേ ഞാൻ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങാം ജോലി കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ചിരിക്കുവാണ്. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം ഞാൻ എൻ്റെ ജോലിയിലേക്ക് കടക്കട്ടെ. മീനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് കുളിച്ചിട്ട് വരാം. എന്നിട്ട് മീൻ കറി വെക്കാം. മോനുകുട്ടൻ ഇങ്ങോട്ട് വന്നില്ല. മോനുകുട്ടൻ്റെ അമ്മമ്മയും കൊണ്ട് വരാൻ അവിടെ ഇരിക്കുവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, അമ്മയ്ക്ക് ഇനിയൊരു സമാധാനമില്ല. അതുകൊണ്ട് എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമമാണ്. അതുകൊണ്ടാണ് അമ്മ ഇവിടെ വന്ന് കിടക്കുന്നത്. പക്ഷേ അമ്മയ്ക്ക് അറിയത്തില്ല നമ്മളെ ഇതൊന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ വളരെ വളരെ സ്ട്രോങ് ആണ് എന്നുള്ളത്. നമ്മൾ ശാരീരികമായിട്ട് നമ്മൾ ബലഹീനതകളൊക്കെ ഉള്ളവരായിരിക്കാം. അത് അമ്മയ്ക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അമ്മ വരുന്നത്. അമ്മയ്ക്ക് വയ്യാഴിക കൊണ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കാത്തത്. അമ്മ ഇവിടെ വന്ന് കിടക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഒന്നാമത് അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്മ ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു ഇതുകൊണ്ട് നമുക്കൊരു കൂട്ടാണല്ലോ. പക്ഷെ അങ്ങോട്ട് പോയി കിടക്കുന്ന കാര്യം എനിക്ക് പ്രയാസമാണ് പറയുന്നത്. ഈ വീടിനകത്ത് നിറച്ചു എൻ്റെ എന്തൊക്കെയോ ഉണ്ട്. അപ്പം ഇത് വിട്ടിട്ട് എങ്ങോട്ടോ ഇങ്ങോട്ട് മാറിയാലും എനിക്കങ്ങനെ ഇപ്പം ഒരു പനിയോ വയ്യാഴിയോ വന്നാലും എനിക്ക് ഇവിടെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ ഇരിക്കുകയോ കിടക്കുകയോ ചായ കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്കൊരിതാണ്. പക്ഷെ നമ്മൾ വയ്യാത്തത് കൊണ്ട് എന്താ അമ്മ പറയാം അവിടെ ചെന്ന് കിടക്കുക, അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അതൊക്കെയാണ് ഒരു നമ്മൾ ഇണങ്ങിയ ഇടങ്ങളിൽ നമ്മളിങ്ങനെ ജീവിച്ച് തീർക്കുന്നതാണല്ലോ, നമുക്കതാണല്ലോ മനസ്സിന് സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ദൈവം ഓരോന്ന് വിധിച്ചിട്ടുണ്ട്, അതനുസരിച്ച് നടക്കട്ടെ അല്ലേ. ഞാൻ മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് കുളിച്ചേം വെച്ച് വരാം. എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ? എഴുതിയില്ലേ? ഞാൻ ചോദിച്ചില്ലായിരുന്നു, എന്നോട് പറഞ്ഞില്ല. മീനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കും. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതെല്ലാം തീരും. അതുകൊണ്ട് അതും കുറച്ചെടുത്ത് വെച്ചിട്ടാണ് കുളിക്കാൻ കയറി. ചതച്ചോണ്ട് വരട്ടെ. കുറച്ച് നമുക്ക് മസാല പുരട്ടി വെക്കാം. ഒരു 3-4 കഷ്ണം നമുക്ക് വറക്കാം. ഇന്ന് മീൻ മേടിക്കാൻ ചെന്നപ്പം കിളിമീനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ താമസിക്കണം, ഇന്ന് കട്ടിയൊക്കെ മേടിച്ചോണ്ട് വരാൻ, അതുകൊണ്ട് വാങ്ങിച്ചില്ല. കിളിമീൻ എൻ്റെ ഫേവറേറ്റാണ്. നട്സാട്ടോ പൊറിച്ചോണ്ടിരിക്കും. കുറച്ച് ദിവസം കൊണ്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുമായിരുന്നു. കൊച്ചോൾക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പം അതിനകത്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരൊക്കെ ചെന്ന് മിണ്ടി കേട്ടോ. ബിന്ദു ചേച്ചി കോഴിക്കോട്, പിന്നെ നമ്മുടെ ദീപ്തി കുട്ടി, വേറെ 1-2 പേരുടെ പേരുകൂടി പറഞ്ഞായിരുന്നു. അപ്പോൾ കൊച്ചോളല്ലേ എന്ന് ചോദിച്ചിട്ട് ചെന്ന് മിണ്ടി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം. അപ്പോൾ അവള് ഇപ്പോൾ എന്താ പറയുക, കുറെ ക്രാഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെയൊക്കെയാണ് വീഡിയോസ് കൂടുതലും ഇടുന്നത്. അപ്പം ആഗ്രഹം പറഞ്ഞു ഞാനിവിടെ ഒരു ചാനൽ തുടങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്, ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞു. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഓരോ പണികൾ ചെയ്യുന്നതൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ ഇടട്ടെ അല്ലേ, അപ്പം കാണാം അവൾക്കും ഒരു സന്തോഷം. ചാനലിന്റെ പേര്
ഇച്ചിരി ടഫാണ് പറയാൻ. ഞാനത് വീഡിയോയിലേക്ക് എഴുതി കാണിക്കാം കേട്ടോ. അത് അവിടെ നിന്ന് എടുത്ത് ടൈപ്പ് ചെയ്ത് എഴുതി കാണിക്കാം, എന്നാലും നിങ്ങൾക്കും മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് അന്നേരം നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരൊക്കെ പോയി അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ചോറ് സാധാരണ എന്നെ സംബന്ധിച്ച് എനിക്ക് കണക്കായിരുന്നു പ്രയാസം. മലയാളം ഇംഗ്ലീഷും ഒക്കെ അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുമായിരുന്നു. ഇവിടെ നേരെ തിരിച്ച, കണക്കിന് ഫുൾ മാർക്ക്, മലയാളത്തിന് കുറവായിരിക്കും. ചേട്ടനും അനിയനും മലയാളത്തിനോട് എന്തോ വിരോധം. ഇവര് വേറെ ഏതോ ഭാഷയിൽ കഴിഞ്ഞ ജന്മം ജീവിച്ചവരായിരിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ മീനിനകത്തൊന്നും ഞാൻ പുളിയെടുത്ത് കളഞ്ഞു. നല്ല പുളിയാണ്. നമ്മുടെ ചേച്ചി കൊണ്ട് തന്നതാണ് കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട ഒരു ചേച്ചി. ഹലോ, ഇല്ല എത്ര ശരി. പുതിയ മുളക് പൊടിയാണ്, നല്ല എരി. സാധാരണ എരി കുറവുള്ള പൊടിയാണ് നമ്മൾ വാങ്ങുന്നത്. ഇത് എരിയായിപ്പോയി. വറക്കാനുള്ളത് ഇത്രയുണ്ട്, 2 ദിവസം എടുക്കാം. ഇന്നത്തെ പാചകം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് താഴം വിളമ്പാൻ സമയമായി. അഞ്ച് മിനിറ്റൂടെ ഇരുന്ന് വേവട്ടെ. മീൻ കറി റെഡി. ചോറുണ്ട അമ്മമ്മ ചോറിനാൻ വിളിച്ച. അമ്മമ്മയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞതിന്റെ പിണക്കോ. അമ്മമ്മ നാളെ തൊട്ട് വരണ്ട. ഇവിടെ സ്ഥിരമുള്ള പരിപാടിയാ. ഇവിടെ അമ്മമ്മ 2 ദിവസം വരും, മോനുകുട്ടൻ ചോറുണ്ട് എന്നും പറഞ്ഞോണ്ട് തുടങ്ങും. അമ്മമ്മ കഴിക്കത്തില്ല. അതോടെ അമ്മമ്മയും മോനുടങ്ങും വേണം. നമുക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. അവരായി അവരുടെ വഴക്കോ പ്രശ്നമോ. ഒഴിക്കല്ലേ. കച്ചക്കരിപ്പ് മീൻകോട്ട് വേണ്ട. കഴിച്ചിട്ട് വരാം. ഓക്കെ, ടാറ്റ കാണിക്കണം. ടാറ്റ കാണിക്കും. എൻ്റെ അമ്മ തന്ന ഉരുളക്കിഴങ്ങല്ല, പയറും കോവയ്ക്കയും പിന്നെ എന്തൊക്കെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. മെഴുക്ക് വരട്ടി. ഇനി നമുക്ക് മോരുകറി ഒഴിക്കാം. മുളക് പൊടിക്ക് നല്ല എരി ആയതുകൊണ്ട് ഇച്ചിരി കട്ടിക്കുറവുണ്ട് മീൻ കറിക്ക്. നാളെ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ, രാവിലത്തെ ഇടം. ഒരു കണ്ണിമാങ്ങയും കൂടെ എടുത്തു. ഒത്തിരി ദിവസമായി കണ്ണിമാങ്ങ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. കഴിക്കട്ടെ കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന്, നിങ്ങൾ തരുന്ന സ്നേഹത്തിന്, നല്ല വാക്കുകൾക്ക് ഒരിക്കലും ദൈവം നിങ്ങളെ തിരിച്ച് അനുഗ്രഹം തരാതിരിക്കില്ല. അപ്പോൾ എന്താ പറയുന്നത്, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന പോലെ നന്മ ചെയ്യുന്നവർക്ക് എന്നായാലും തിരിച്ചൊരു പ്രതിഫലം നല്ല രീതിയിലുണ്ടാവും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം. നാളെ കാണാം കേട്ടോ. ടാറ്റ. ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.